ഏറ്റവും ഒടുവിൽ വരുന്ന ഈ അപകടത്തെക്കുറിച്ച് വരുന്ന ഡീറ്റെയിലിംഗ് 59 സെക്കൻഡിനിടയിലാണ് ഇതെല്ലാം സംഭവിച്ചത്. 32 സെക്കൻഡ് ആകാശത്തും 27 സെക്കൻഡ് ക്രാഷും. ആ രീതിയിലാണ് ഈ അപകടം ഉണ്ടായത്. ലെസ് ദാൻ എ മിനിറ്റ്. അതാണ് ഈ അപകടത്തെക്കുറിച്ച്. ക്രാഷ് എങ്ങനെയാണ് സംഭവിച്ചത്? അതുകൊണ്ടാണ് ഈ മേഡേ കോൾ വന്ന് ATCക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് 32 സെക്കൻഡ്സ് മാത്രമാണ് എയറിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അടുത്ത 27 സെക്കൻഡ്സിൽ ഈ ക്രാഷ് ഫിനിഷ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശേഷ് കുമാർ പറഞ്ഞ കറക്റ്റ് അല്ലേ? 30 സെക്കൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതേ ഓർമ്മയുള്ളൂ. അതേ ഓർമ്മയുള്ളൂ. എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നത് രമേഷിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. നടന്നു പോകുന്നു എന്നുള്ളതേ അതൊരു വല്ലാത്ത ഒരു ദൈവം ഏൽപ്പിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ആ ആഘാതത്തിൽ പറയാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ഓർമ്മ വരും. മുഖത്തൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ കാലിലും ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അത് എമർജൻസി എടുത്ത് ചാടിയതാണ് ആ സമയത്ത്. ഒരു താഴേക്ക് പതിക്കുമ്പോഴായിരിക്കാം ചാടിയതാണെന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മ. അദ്ദേഹം പറഞ്ഞ് തെറിച്ചു പോയി എന്നാ പറയുന്നത്. ഒരുപക്ഷെ ആയിരിക്കാം. ആ ഭാഗത്ത് വെച്ച് ആ ഡോറ് തുറക്കുകയും അല്ല, അത് എമർജൻസി ഡോറാണല്ലോ, പെട്ടെന്ന് തുറക്കാൻ ചാൻസ് ഇല്ല. ആ സമയത്ത് സീറ്റ് ബെൽറ്റ് ഊരാൻ കാണിച്ച ഒരു ബുദ്ധിയുണ്ടല്ലോ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സീറ്റ് ബെൽറ്റ് ഊരാതിരുന്നില്ല മിക്കവാറും ആൾക്കാരെ 30 സെക്കൻഡ്സിനുള്ളിൽ ഈ സീറ്റ് ബെൽറ്റ് ഊരി പുറത്തേക്ക് ചാടുക എന്നുള്ളത് അസാധ്യമാണല്ലോ. അത്ര പെട്ടെന്ന് റിഫ്ലക്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും രമേഷിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും കൃത്യമായി സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന സമയം. ടേക്ക് ഓഫ് ടൈമാണ്. അത് സ്റ്റേബിൾ ആയിട്ടില്ല, സ്റ്റഡി ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ UK എയർ ക്രാഷ് പ്രോബ് ടീം കൂടി ഇതിന്റെ ഭാഗമാവുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റിന്റെ അതിന്റെ ഈ വൈഡ് ബോഡി മെയിൻ്റനൻസ് ചെയ്യുന്നത് ടർക്കിഷ് ടെക്നിക് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചതിന് ശേഷം ഈ ടർക്കിഷ് ഫേമുമായിട്ടുള്ള കോൺടാക്ട് മാറ്റുന്നു എന്ന്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല എന്ന എയർ ഇന്ത്യയുടെ പ്രഖ്യാപനം വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതടക്കം അന്വേഷണ വിധേയമാക്കണമെന്നതാണ് ഈ പ്രോബ് ഏജൻസി പറയുന്നത്. തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ട വിഷയങ്ങളുണ്ട്. പക്ഷേ നിലവിൽ അതിൽ മറ്റെന്തെങ്കിലും അട്ടിമറിയോ ദുരൂഹതയോ സംശയിക്കുന്നില്ല. സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ. കാര്യം നേരത്തെ പല വിദഗ്ധരും ഇതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം വീലുകൾ നേരെ ഇരിക്കുന്നു എന്നുള്ള, ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് മടങ്ങിയില്ല, ഈ ചിറകിന് സമീപത്തുള്ള ഫ്ലാപ്പുകൾ നേരെ തന്നെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു, അത് ഉള്ളിലേക്ക് പോവാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇത് രണ്ടും ഉണ്ടാവുന്നത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്.